ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ഡ്യൂട്ടി ഡേ ആണ്. അപ്പം രാവിലെയല്ല 10:30 ആയി. ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ കുറേ നാളായി ചെടികളൊക്കെ നോക്കിയിട്ട്, അതുകൊണ്ട് അതിനകത്ത് വെള്ളം മാറ്റാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി, വെള്ളം ഒഴിക്കേണ്ടതിനൊക്കെ വെള്ളം ഒഴിച്ചു. ഇനി ബോട്ടിൽ കഴുകാനും മാറ്റാനും ഒക്കെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടതിനെല്ലാം ഞാൻ തലേനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുക്കിംഗ് ഈസിയാണ്. പിന്നെ തലേന്ന് ഞാൻ പാവയ്ക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെയാണ് പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് അരിയുന്നത്. അത്യാവശ്യം ചെറിയൊരു കനത്തിലാണ്. അപ്പം മെഴുക്കുവരട്ടികളൊക്കെ അരിഞ്ഞ് വെച്ചു. അതിനുശേഷം ഞാൻ ഉള്ളിയാണ് അരിയുന്നത്. ഒരു ഉള്ളിയേ എടുക്കുന്നുള്ളൂ. ഞാൻ 2 പാവയ്ക്ക എടുത്തേക്കുന്നത്, അപ്പോൾ ഒരു ഉള്ളിയേ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് പച്ചമുളക്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളക്, പൊട്ട് പച്ചമുളക്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പാവയ്ക്കൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴുകി അരിഞ്ഞ് മെഴുക്കുവരട്ടിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഞാനൊരു ചീനിച്ചട്ടിയിലേക്കിട്ട് ഫസ്റ്റ് ഞാൻ വേവിക്കുകയോ ചെയ്യുന്നത്. എണ്ണ ഒഴിക്കത്തില്ലേ, ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് വേവിക്കും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു വെള്ളരിക്കയാണ്, കുമ്പളല്ല, വെള്ളരിക്കേൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. മോരുകറി വെക്കാനാണ്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് വെള്ളരിക്കയിട്ട് മോരുകറി വെക്കണമെന്ന്. പക്ഷേ ഞാനങ്ങനെ പൊതുവെ വെക്കാറില്ല. ഞാൻ അല്ലാണ്ട് മോരുകറിയാണ് വെക്കാറുള്ളത്. തേങ്ങ അരയ്ക്കാത്ത മോരുകറിയാണ് ഞാൻ കൂടുതലും വെക്കാറുള്ളത്. ഇതൊരു കൊതി തോന്നിയിട്ട് വെക്കുവാണ്. ആദ്യം തന്നെ അത് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് 4 പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അത്. പിന്നെ ഇതെല്ലാം ഞാൻ കഴുകിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ വിട്ടുപോയത്, മെഴുക്കുവരട്ടിയുടെ അതിനകത്ത് ഞാൻ കരിയാപ്പില ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ കരിയാപ്പില കഴുകിയിട്ടു. പിന്നെ ഇതെല്ലാം കഴുകി വാരി ആ ചട്ടി തന്നെയാണ് വെക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളക് കീറിയിട്ടിട്ടില്ലായിരുന്നു, കീറിയിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ രാത്രി കിടന്നത്. അപ്പം ഇനി ഇത് രാവിലെ എഴുന്നേറ്റ് ഇതിനകത്ത് വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചാൽ മാത്രം മതി. പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ വരുമ്പോൾ അത്രയും പണി കുറവായിരിക്കുമല്ലോ. അത്യാവശ്യം എല്ലാ പാത്രം കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ വെള്ളരിക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചു. അത് ഒരുവിധം ഇപ്പോൾ വെച്ചതേ ഉള്ളൂ, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഓൾറെഡി ഞാൻ ചോറ് ഇന്നലെ കാണിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ ചോറ് ഒന്ന് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് തിളപ്പിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും അതെടുത്ത് തിളപ്പിക്കുമ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് കുക്കാവും. പിന്നെ അതുപോലെ തന്നെ മെഴുക്കുവരട്ടിയാണെങ്കിലും ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ആദ്യമേ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മോരുകറിക്കുള്ള തേങ്ങ അരയ്ക്കാമെന്ന്. ഞാൻ പൊതുവേ തേങ്ങ അരച്ച് വെക്കാറില്ല, വല്ലപ്പോഴുമാണ് വെക്കാറുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ 4 ചെറിയുള്ളി എടുത്തു. പിന്നെ കുറച്ചൊരു 1/2 സ്പൂണ് ജീരകം. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നത്. ഒരുപാട് വെളുത്തുള്ളി ഇടുന്നില്ല, ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നുള്ളൂ, അതിട്ടു. പിന്നെ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് തന്നെയാണ് ഞാൻ തൈര് ഒഴിക്കുന്നത്. ഇവിടെ കിട്ടുന്ന നല്ല കട്ട തൈര്. അപ്പം ഞാനത് ഒരുപാടൊന്നും ചേർക്കത്തില്ല. ഞാനൊരു 3-4 സ്പൂണ് തൈരേ ചേർക്കുള്ളൂ. ഒരുപാട് തൈരൊന്നും ഞാൻ ചേർക്കാറില്ല. പിന്നെ മോരായിട്ട് വെക്കുവാണെങ്കിൽ നമുക്കിവിടെ ലബാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. അത് സാധാരണ നമ്മുടെ പച്ച മോര് കിട്ടും. അത് വെച്ചിട്ടാണ് ഞാൻ അല്ലാത്ത മോര് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലെ കുമ്പളങ്ങ ഇട്ട് കറി വെക്കുമ്പോൾ, കുമ്പളങ്ങ പിന്നെ വെള്ളരിക്കയൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ ഞാൻ ഇതുപോലെ കട്ട തൈരിട്ട് കൂട്ടി അരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് തൈര് ചേർക്കുന്നത്. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ആ കൂട്ട് വെള്ളരിക്കയിലേക്ക് ഒഴിക്കാം. പിന്നെ ആ ജാറ് കഴുകി നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ചാറോടിരുന്നാലേ, അത് ചട്ടിയിലായതുകൊണ്ട് ചൂട് കാരണം ഇരുന്ന് കൊഴുത്തു പോവും. അപ്പോൾ ഭയങ്കര കട്ടിയായി പോകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ലൂസാക്കിയാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇരിക്കും തോറും ചട്ടി ആയതുകൊണ്ട് അത് കൊഴുത്ത് വരും. അപ്പം നമുക്ക് പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കാനേ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കും. അത് ഇളക്കിയിട്ടായിരിക്കും ചൂടാക്കുന്നത്, അല്ലാണ്ട് ചട്ടി വെക്കത്തില്ല. കാരണം സൈഡ് തിളച്ചിട്ട് പെട്ടെന്നത് പിരിയാനുള്ള ചാൻസ് ഉണ്ടാവും.
പിന്നെ ഇതിപ്പം അതിൻ്റെ പതയൊക്കെ മാറി ചൂടൊക്കെ ആയപ്പം കടുക് പൊട്ടിച്ചു. അതിനകത്ത് ഉലുവയും ചുമന്നുള്ളിയും വറ്റൽമുളകും ഇട്ടിട്ട് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ അടുത്തത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പാവയ്ക്കായും സവാള, പച്ചമുളക്, കരിയാപ്പില ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുവെ ഇതിനകത്ത് തേങ്ങാക്കൊത്തും ഇടും വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. പൊതുവെ വറുത്ത് വീട്ടിലൊക്കെ അമ്മയൊക്കെ വറുത്ത് കോരി എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് മൂപ്പിച്ച്, ഒരുപാട് മൂപ്പിക്കുന്നില്ല, ഒന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ എരിവില്ലായിരുന്നു, അപ്പം ഞാൻ കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറു തീയിൽ വെച്ചിട്ട്, ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് ചെറു തീയിലിരുന്ന് പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ചായ ഇടാനുള്ള പാൽ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. പിന്നെ അതിന് ശേഷം ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. അതിലൊരു 1 സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് മത്തി ഇട്ടു. മത്തിയായിരുന്നു. പൊതുവെ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് കറി വെക്കുന്നതാണ് കൂടുതലിഷ്ടം. പിന്നെ ഇന്നിപ്പം കറി വെക്കാനുള്ള സമയമില്ല. പിന്നെ ഓൾറെഡി ഞാൻ മത്തി വാങ്ങിച്ചപ്പോൾ 2 ട്രിപ്പായിട്ട് വെച്ചായിരുന്നു. മത്തി കറി വെക്കാനും വറക്കാനുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വല്ലപ്പോഴേ മത്തി നല്ലത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പന്ന മത്തിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ വറുത്താലും ടേസ്റ്റ് ഒന്നും കാണില്ല. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഞാൻ അടുത്ത സൈഡ് മറിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി മോര് കറിയും മെഴുക്ക് വരട്ടിയും മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് കൊണ്ടുപോകാമെന്നാണ്. കാരണം കഴിച്ചിട്ട് പോകാനുള്ള നേരമില്ല. അപ്പം അവിടെ കൊണ്ടുപോയി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുവെ നമ്മളങ്ങനെയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് തിരക്കാണെങ്കിൽ അറിയില്ല എന്താ അവസ്ഥ. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഫുഡൊക്കെ വിളമ്പി എടുക്കുന്നത് കൊണ്ടുപോകാനുള്ളത്. അറിയത്തില്ല കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. പൊതുവേ ഇപ്പം നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട്, ഇവിടെ നോമ്പൊക്കെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്ക്. അപ്പം കൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ പറ്റുവാണെങ്കിലും കുറേ ലേറ്റാവും. അപ്പം ഞാൻ എന്തായാലും ചോറൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനതെല്ലാം ബാഗിൽ കൊണ്ടുവച്ചു. പിന്നെ പോകാനുള്ള റെഡിയാവലായിരുന്നു, തിരക്ക് പിടിച്ചുള്ള റെഡിയാവലായിരുന്നു. ഇന്ന് 11 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്, ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചങ്ങനെ. പെട്ടെന്ന് ക്ലാസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരു ബുക്കും, പിന്നെ വെയിൽ കൊണ്ടുപോകാനിരിക്കാൻ ഒരു കുടയും, അല്ലാണ്ട് വേറെ ഒന്നും വെക്കുന്നില്ല. പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വെക്കുന്നുണ്ട്, ഷുഗറൊന്നും ലോ ആയി പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്തില്ല. ഇപ്പം എന്താണെന്നറിയില്ല, ഞാൻ എത്ര നേരത്തെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ലേറ്റാവും. അതിപ്പോൾ എനിക്ക് കുറച്ച് കാലമായിട്ട്, എനിക്കൊന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയ്ക്കില്ലായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് റൂം മാറിയ പിന്നെ എങ്ങനെയാണെന്നറിയില്ല ഞാൻ തിരിച്ച് കയറും. ചിലപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ താഴെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലെന്നാണ്. അപ്പോൾ ഞാൻ വീണ്ടും മേളിൽ കയറിപ്പോവും. എന്നിട്ട് ഞാൻ പോയി ഗ്യാസിൻ്റെ ഫുള്ള് ഓഫാക്കിയിട്ട് പിന്നെ ഇറങ്ങി വരും. മിക്ക ദിവസം മറന്നു പോകാറുണ്ട് അങ്ങനെ. പിന്നെ അത്ര ഡേഞ്ചറസ് കണ്ടീഷനൊന്നുമല്ല. പിന്നെ ഞാൻ നടന്ന് ഹോസ്പിറ്റലിലെത്തി. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. ഇപ്പം ബഹറിന് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. തണുപ്പുമുണ്ട് ചൂടുമുണ്ട്, എല്ലാം ഒരു മിശ്രിതമായൊരു കാലാവസ്ഥ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നല്ല പുതിയ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് പഞ്ച് ചെയ്തു. പിന്നെ ചെന്ന് കയറിയപ്പോഴും വലിയ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നിശബ്ദതയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊന്നും കുറേ എടുത്തിട്ടില്ല, എടുക്കാനുള്ള സമയമില്ല. പിന്നെ നമുക്കങ്ങനെ വലിയ പെർമിഷൻസ് ഒന്നുമില്ല. പിന്നെ വന്ന് കയറി. എനിക്ക് വന്നപ്പോൾ തന്നെ ഡ്രസ്സിങ് പേഷ്യൻസ് ആയിരുന്നു, അവിടെ കുറേ പേരുണ്ടായിരുന്നു. കട്ടിങ് ജുറിയൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ പോയത് 2 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രാത്രി 11:15 ഞാൻ റൂമിലെത്തി. ഞാൻ വന്നതിന് ശേഷം കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറിയേ. വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് കറികളും ചോറും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് വെളിയിൽ വെക്കാം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചിലപ്പം കേടായി പോയാലോ. പിന്നെ അതിന് ശേഷം ഞാൻ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആ തുണിയൊക്കെ ഞാൻ പറക്കി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാഷ് ബേസിനിൽ കുറച്ച് പാത്രവും കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴുകി വെച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചതിൻ്റെയൊക്കെ പാത്രം കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവിടെ കഴുകിയെടുത്ത് വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ പൊതുവെ വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കണ്ടൻ്റ് ഇല്ല.
പിന്നെ ഞാൻ റൂമിൽ പോയി കിടന്നുറങ്ങി. അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഹസ്ബൻഡും കൂടെ കൂടുള്ള സമയത്ത് കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടും. ഇപ്പോൾ എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസത്തേന് കുക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ 2 ദിവസത്തേന് അത് മറ്റും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഡ്യൂട്ടി ആണെങ്കിലും എനിക്ക് കൂടുതൽ ഡ്യൂട്ടി മാത്രം നോക്കിയാൽ മതി. പിന്നെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അധികമൊന്നും ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫ്രീ ബേർഡായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ സമയമുള്ളപ്പോൾ വരാം. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത്. എനിക്കൊന്ന് കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്. യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട് എന്ന് ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.